നമസ്കാരം സുഹൃത്തുക്കളെ. ടാറോട്ട് ലവ് എനർജീസ് എന്ന നമ്മളുടെ ഈ ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രേക്ഷകരെ, പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതിയാകും. പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ദയവ് ചെയ്ത് കോൾ ചെയ്യരുത്. 1000 കോളുകൾ എനിക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കോളുകളും കൂടെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല. അത് ഞാൻ ഒരാൾ വിചാരിച്ചാൽ എന്നെക്കൊണ്ട് അത്രയും കോളുകൾ ഒരു ദിവസം അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് താല്പര്യമുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് ചെയ്യുക. വാട്സപ്പ് വോയിസ് മെസ്സേജ് ആയിട്ടോ വാട്സപ്പ് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ സന്ദേശം അയക്കുക. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമുക്ക് വായനയിലേക്ക് കടക്കാം. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വീഡിയോ കാണുക. തീർച്ചയായും ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണരുത്. അത്രയും ഫ്രീ ആയിട്ട് സമാധാനമായിട്ട് പോസിറ്റീവായിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് മാത്രം കാണുക. വളരെ പ്രതീക്ഷയോടുകൂടിയും പോസിറ്റീവ് ചിന്താഗതിയോടുകൂടിയും വേണം ഈ ഒരു വീഡിയോ കാണാനായിട്ട്. അല്ലാതെ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ കാണരുത്. പ്രതീക്ഷ നഷ്ടപ്പെട്ട രീതിയിൽ കാണരുത്. വിശ്വാസമില്ലെങ്കിൽ തീർച്ചയായും ഇത് കാണേണ്ട ഒരാവശ്യവും നിങ്ങൾക്കില്ല. സ്കിപ്പ് ചെയ്ത് പോവാവുന്നതാണ്. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. നിങ്ങളുടെ വ്യക്തിയുടെ മുഖം മനസ്സിൽ ഓർത്തുകൊണ്ട് വ്യക്തിയുടെ പേര് 3 പ്രാവശ്യം മന്ത്രിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ വ്യക്തിയുടെ പ്രധാനപ്പെട്ട കാര്യമെന്തെന്നാൽ തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെയധികം സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഈ വ്യക്തി പലതരത്തിൽ ഈ വ്യക്തിയെ അലട്ടിയിരുന്ന പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മാനസിക ബുദ്ധിമുട്ടുകളും ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായതായിട്ടാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരവസ്ഥ ആയതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനോ നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം നല്ല രീതിയിൽ സന്തോഷത്തോടെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഈ വ്യക്തിയുമായി നിങ്ങൾ പ്രണയബന്ധത്തിലായി കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ നിങ്ങൾ തമ്മിൽ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കണം. ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഉപേക്ഷിച്ചോ പോകേണ്ട ഒരവസ്ഥ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഗതികേട്, അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നു ചേർന്നതായി കാണിക്കുന്നു. പക്ഷേ തീർച്ചയായിട്ടും അത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു കർമ്മഫലത്തിൻ്റെ ഫലമായി, ഒരു കർമ്മത്തിൻ്റെ ഫലമായി വന്നു ചേർന്ന ഒരു സപ്പറേഷൻ പീരീഡായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരെയും ഒരുപാട് അത് എഫക്റ്റ് ചെയ്തു, അതായത് ബാധിച്ചു, ഒരുപാട് ദുഃഖത്തിലേക്ക് നിങ്ങളെ നയിച്ചു. നിങ്ങൾക്ക് 2 പേർക്കും ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നും വിട്ടുപിരിയാനോ ഇത് വേണ്ട എന്ന് വെക്കാനോ സാധിക്കുന്നുമില്ല. പക്ഷേ ഒന്നിച്ചു ചേരാനും കഴിയുന്നില്ല. ഇത് ചിലപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധമായിരിക്കാം, കാമുകി കാമുകന്മാരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 2 പേർക്കും വേറെ വേറെ ഫാമിലി ഉണ്ടായിരിക്കാം. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിൽ പോലും നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണം എന്നാണ്. പക്ഷേ നിങ്ങളുമായിട്ട് ഒരു കുടുംബജീവിതത്തെക്കുറിച്ച് ഈ വ്യക്തി ആലോചിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, അതായത് നിങ്ങളുടെ വ്യക്തിയുമായി അങ്ങനെ സംസാരമൊന്നുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത അവസ്ഥ, സന്ദേശങ്ങൾ അയക്കുന്നില്ല, ഫോണിലൂടെയുള്ള സംഭാഷണമില്ല. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണെങ്കിൽ പോലും നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യം ഇപ്പോൾ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും ഒന്ന് പോകണം, അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് നേരിട്ട് കാണണം, നിങ്ങളോട് കുറച്ച് സംസാരിക്കണം, മനസ്സ് തുറക്കണം എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. പക്ഷേ അത് കല്യാണം കഴിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേരണം എന്നുള്ള രീതി
ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം ഒരു കല്യാണത്തിലേക്ക് വരുമ്പോൾ അത് ഏറ്റവും പവിത്രമായ, അത്രയും നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് വിവാഹം എന്ന് പറയുന്നത്. ആ ഒരു വലിയ തലത്തിലേക്ക് വരാനായിട്ടുള്ള സാഹചര്യം ഈ വ്യക്തിക്ക് ഇപ്പോഴും വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ്, അതായത് ഉത്തരവാദിത്തങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നു. പക്ഷെ എങ്കിൽ പോലും ഈ ഒരു പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വിവാഹം ചെയ്യാൻ ഈ വ്യക്തി താല്പര്യപ്പെടുന്നില്ല എങ്കിൽ പോലും ഭാവിയിൽ നിങ്ങളുമായി നല്ലൊരു കുടുംബജീവിതം വേണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. 10 ഓഫ് കപ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തീർച്ചയായിട്ടും നമുക്ക് ടെമ്പറൻസ് കാർഡും കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെയും വളരെയധികം പോസിറ്റീവായിട്ടുള്ള ചിന്താഗതിയെ തന്നെയാണ് നമുക്ക് ഈ ഒരു കാർഡ്സിൽ നിന്നും വ്യക്തമാകുന്നത്. ഈ വ്യക്തി ആദ്യമൊക്കെ മുന്നോട്ട് പോയിരുന്നത് നാട്ടുകാരെന്ത് വിചാരിക്കും, കൂട്ടുകാരെന്ത് വിചാരിക്കും, റിലേറ്റീവ്സ് എന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ട് കൂടുതൽ അടുക്കാനോ മാനസികമായി ഇഴുകിച്ചേരാനോ നല്ലൊരു ആത്മബന്ധം പുലർത്താനോ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വ്യക്തി പലതരത്തിലുള്ള ഒഴിവുകേടുകൾ പറയുന്നതായിട്ടും നിങ്ങളായിട്ട് കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങളൊക്കെ ഈ വ്യക്തി ഒഴിഞ്ഞു മാറിയതായിട്ടും കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ വ്യക്തിയുടെ ഇതിന് മുൻപുള്ള ജീവിതത്തിൽ ആരെങ്കിലും ചതിച്ചതായിട്ടോ വഞ്ചിച്ചതായിട്ടോ നമുക്കിവിടെ കാണാം. പൂർവകാല സ്മരണകളിൽ ഈ വ്യക്തി നല്ല രീതിയിൽ തകർന്നു വീണതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ഭയം ഈ വ്യക്തിയുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ആര് വന്നാലും ഈ വ്യക്തിക്ക് അത്തരത്തിലുള്ള ഭയം ഉള്ളതായിട്ട് കാണിക്കുന്നു. ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള ചതിക്കുഴികൾ ഉണ്ടായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് ആളുകളെ പെട്ടെന്ന് വിശ്വസിക്കാനും ഈ ഒരു പ്രണയബന്ധത്തിൽ മുന്നോട്ട് പോകാനുമൊക്കെ ആശയക്കുഴപ്പത്തോടുകൂടി നടക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നു. പക്ഷേ ഈ വ്യക്തിക്ക് നിങ്ങളുമായി പ്രണയബന്ധത്തിലായതിനു ശേഷം നിങ്ങളുമായി കുറച്ചും കൂടെ ഇടപഴകാനായി മടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്രത്തോളം ആഴമേറിയ രീതിയിൽ സ്നേഹിക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ ഒരു പ്രണയബന്ധത്തിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾക്ക് പലപ്പോഴും നീതി ലഭിച്ചിട്ടില്ലായിരുന്നു. നിങ്ങളുടെ വികാരങ്ങളോ നിങ്ങളുടെ മാനസിക നിലയോ നിങ്ങളുടെ ഫീലിങ്സോ ഇമോഷൻസോ ഒന്നും തന്നെ മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വ്യക്തി കുറേ കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും അകന്നു നിന്നു. നിങ്ങളിൽ നിന്നും ദൂരേക്ക് നിൽക്കാനാണ് ഈ വ്യക്തി ശ്രമിച്ചത്. പക്ഷേ പിന്നീട് ഈ വ്യക്തി യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അതായത് ഈ വ്യക്തി ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ശരിയാവില്ല, നിങ്ങളുടെ വിചാരം അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക അവസ്ഥയും കൂടെ ഈ വ്യക്തി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അത് ഏറ്റവും മോശപ്പെട്ട കാര്യമാണ്. നിങ്ങളെ ഏറ്റവും മോശപ്പെട്ട രീതിയിലാണ് ഇവർ പരിപാലിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കും തിരിച്ചറിവിലേക്കും ഈ വ്യക്തി വന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് നമുക്ക് 4 ഓഫ് പെന്റക്കിൾസ് തലകുത്തനെയാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് 8 ഓഫ് സോർട്സും തലകുത്തനെയാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം ഈ വ്യക്തി യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങൾ കാണാതെ കണ്ണടച്ചിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കാണെങ്കിലും ഒരുപാട് ദേഷ്യവും വാശിയും ഈ വ്യക്തിയോടുണ്ടായിരുന്നു. ഈ വ്യക്തിയോട് വളരെയധികം ദേഷ്യമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നത്. കാരണം നിങ്ങൾക്ക് അർഹിക്കപ്പെട്ട സ്നേഹവും ബഹുമാനവും ഈ വ്യക്തിയിൽ നിന്നും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ എനർജിയിൽ വന്നിരിക്കുന്ന വ്യത്യാസങ്ങൾ എന്തെന്ന് വെച്ചാൽ ഈ വ്യക്തി മാറാൻ തുടങ്ങിയിരിക്കുന്നു. ഈ പ്രണയബന്ധത്തിൽ നിങ്ങൾക്ക് നീതി തരണമെന്ന്
നിങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഈ വ്യക്തി തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിലേക്കുള്ള തിരിച്ചുവരവ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കപ്പെട്ട സ്നേഹം, പരിഗണനയും തരണം എന്നുള്ള ചിന്താഗതി ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട്. കാരണം ഏസ് ഓഫ് സോർഡ്സ് ആണ് നമ്മൾക്ക് അവസാനം ലഭിച്ചിരിക്കുന്ന കാർഡ്. ഇത് വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ ഈ വ്യക്തി പണത്തിനും പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കും പണത്തിനും തുല്യമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നത്. 6 ഓഫ് കപ്സ് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു സോൾമേറ്റ് കണക്ഷൻ ആയിട്ട് നമുക്ക് കാണാം. ആത്മമിത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു ആത്മബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഈ വ്യക്തിയുടെ മോശപ്പെട്ട സ്വഭാവ രീതികൾ കാരണം അത് മുറിഞ്ഞുപോയി എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി സ്നേഹം നിറയെ അല്ലെങ്കിൽ ഈ പാനപാത്രം നിറയെ സ്നേഹവും കരുണ, വാത്സല്യം, ആത്മബന്ധം, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഫീലിങ്സ്, ഇതൊക്കെയാണ് ഈ വ്യക്തി തരാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കേസ് ഓഫ് കപ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ സ്വന്തമാക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കപ്പെട്ട സ്നേഹം ഈ വ്യക്തി തരണമെന്ന് ഈ വ്യക്തി അതിയായി ആഗ്രഹിക്കുന്നു. അതുപോലെ നിങ്ങളുമായി ദൂരേക്ക് പാർക്കണം, ദൂരേക്ക് പോകണം, നിങ്ങളുമായി വേറെ എവിടെയെങ്കിലും പോകണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇത് തികച്ചും കല്യാണത്തിലേക്ക് വരുമോ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാനാകില്ല. പക്ഷേ എങ്കിൽ പോലും നിങ്ങളുമായി ഒരുമിച്ച് ചേരണം, നിങ്ങളുടെ സ്വഭാവ രീതികൾ കുറച്ചും കൂടെ നന്നായി മനസ്സിലാക്കണം, നിങ്ങളുടെ വികാരങ്ങൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ ആഴമേറിയ രീതിയിൽ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം. ഈ ഒരു പ്രണയബന്ധത്തെക്കുറിച്ച് കൂടുതൽ അറിയണം, നിങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഊർജങ്ങൾ. അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എനിക്ക് ടെക്സ്റ്റ് മെസ്സേജ്, വോയിസ് മെസ്സേജ് അയച്ചാൽ മതിയാകും. കോൾ ചെയ്യരുത്, എനിക്ക് എടുക്കാനാവില്ല. കാരണം ഒരുപാട് കോളുകൾ വരുന്നത് കൊണ്ട് എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ വോയിസ് മെസ്സേജ് ആയിട്ടോ അയക്കുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.